श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്തേ. എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാമായണത്തിലെ മറ്റൊരു ഋഷിശ്രേഷ്ഠനെ പറ്റിയാണ് പരിചയപ്പെടുന്നത്. പേര് വസിഷ്ഠൻ. ഏതൊക്കെ രംഗത്ത് ഏതൊക്കെ മേഖലകളിൽ വസിഷ്ഠ ഗുരു പ്രാമാണ്യത്വം നേടി എന്ന് പരിശോധിക്കാം. വസിഷ്ഠൻ എന്ന വാക്കിന് തന്നെ വൈശിഷ്ട്യമുള്ളവൻ എന്നാണ് അർത്ഥം. എല്ലാ ഗുണങ്ങളും തികഞ്ഞയാൾ. അയോധ്യയുടെ കുലഗുരുവാണ് വസിഷ്ഠൻ. ഓരോരോ സന്ദർഭങ്ങളിലും വേണ്ട രീതിയിൽ പണ്ട് രാജാക്കന്മാർക്ക് ഉപദേശം കൊടുത്തിരുന്നത് ആ വംശത്തിൻ്റെ കുലഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് വിഷമം നേടുന്ന സന്നിഗ്ധ ഘട്ടങ്ങളിലാണ് എല്ലാ സഭകളിലും, പുരാതന ഭാരതത്തിൽ മാത്രമല്ല വർത്തമാനകാല ഭാരതത്തിലും രാജാക്കന്മാർക്ക് കുലഗുരുക്കന്മാരുടെ ഉപദേശം ഉണ്ടാവും. അവരതനുസരിച്ചാണ് ഭരണം മുന്നോട്ട് നയിക്കുക. കാളിദാസൻ്റെ രഘുവംശം എന്ന കാവ്യം രാമായണത്തെ ആസ്പദമാക്കിയുണ്ടാക്കിയ ഒരു മഹനീയ കൃതിയാണ്. ഈ രഘുവംശത്തിൽ വസിഷ്ഠൻ വരുന്ന സന്ദർഭമുണ്ട്. ദിലീപന് സന്താന സൗഭാഗ്യമില്ലാഞ്ഞിട്ട് വസിഷ്ഠാശ്രമത്തിൽ നന്ദിനി പശുവിനെ പരിചരിച്ച് കഴിയാനാണ് വിധിയുണ്ടായത്. ഈ ദിലീപനിൽ നിന്നാണ് രഘുവംശം ഉണ്ടാകുന്നത് രാമായണം പറയുന്നു. ദക്ഷിണേന്ത്യയിൽ നമ്മുടെ ഊട്ടി എന്ന സ്ഥലത്ത് ആയിരുന്നു വസിഷ്ഠാശ്രമം എന്ന വിശ്വാസമുണ്ട്. ഊട്ടിയിൽ അനേകം വേദമന്ത്രങ്ങൾ ദ്രഷ്ടാവ് വസിഷ്ഠനാണ്. ഒരുപാട് വേദമന്ത്രങ്ങൾ. വസിഷ്ഠൻ്റെ ഭാര്യയാണ് അരുന്ധതി. വൈലോപ്പള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ ഒരു പരാമർശമുണ്ട്. വിവാഹം കഴിഞ്ഞ വധൂവരന്മാർ സന്ധ്യ കഴിഞ്ഞ് വസിഷ്ഠ ദർശനം, അരുന്ധതി ദർശനം നടത്തണമെന്ന് പ്രമാണമുണ്ട്. വസിഷ്ഠൻ്റെ കൂടെ ആ ചന്ദ്രതാരം നിലനിന്നിരുന്നു ഭാര്യ അരുന്ധതി. അർദ്ധനാരീശ്വരന്മാരെ പോലെ, ശിവപാർവതിമാരെ പോലെ, വിഷ്ണു ലക്ഷ്മിമാരെ പോലെ, ബ്രഹ്മാ സരസ്വതിമാരെ പോലെ അരുന്ധതിയും വസിഷ്ഠനും ചേർന്നാൽ അത് ഉത്തമ ദാമ്പത്യത്തിന് നല്ലതാണെന്നാണ് വിശ്വാസം. സന്ധ്യക്ക് ആകാശത്ത് തെളിഞ്ഞു വരുന്ന വസിഷ്ഠ നക്ഷത്രം സപ്തർഷികളിൽ ഒരാളാണ്. ആകാശത്ത് സപ്തർഷികളെ കാണാം. ആ ഋഷികളിൽ വസിഷ്ഠ നക്ഷത്രത്തിൻ്റെ അടുത്ത് ഒരു ശോഭയോടെ അരുന്ധതി നക്ഷത്രവുമുണ്ട്. അത് വസിഷ്ഠൻ്റെ ഒരു ആധ്യാത്മികമായൊരു തേജസ്സിനെ കാണിക്കുകയാണ്. പുത്രകാമേഷ്ടി, അശ്വമേധ യാഗം, ഇതൊക്കെ രാമായണത്തിൽ നടന്ന പ്രഗത്ഭമായ യാഗങ്ങളാണ്. സന്താന സൗഭാഗ്യമില്ലാത്ത ദശരഥന് പുത്രകാമേഷ്ടി യാഗം നടത്താൻ നിർദ്ദേശം കൊടുത്തത് വസിഷ്ഠനാണ്. അതേപോലെ രാവണവധമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയ രാമന് വീണ്ടും സൽകീർത്തിയും യശസ്സും രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കാൻ അശ്വമേധയാഗം നടത്താൻ നിർദ്ദേശം നൽകിയത് വസിഷ്ഠനാണ്. ദശരഥൻ മരിച്ച സമയം വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ്. ദശരഥൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ 4 ആൺമക്കളും രാജ്യത്തില്ല. ശ്രീരാമൻ കാട്ടിലേക്ക് പോയി, കൂടെ അനുജൻ ലക്ഷ്മണനും പോയി. ഭരതൻ അമ്മയുടെ നാടായ കേകയം, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന കേകയത്തിലാണ് ഭരതൻ പോയത്. കൂടെ ശത്രുഘ്നനും പോയി. അപ്പം 4 ആൺമക്കളും അയോധ്യയിലില്ല. വളരെ അപകടം പിടിച്ച സമയമാണ്. കാരണം ഒരു രാജ്യത്ത് രാജാക്കന്മാരില്ലെങ്കിൽ തീർച്ചയായും അടുത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ആ രാജ്യം കീഴ്പ്പെടുത്തും. മിഥിലയുണ്ട്, കേകയമുണ്ട്, പോരെങ്കിൽ
ഇവിടെ ദണ്ഡകാരണ്യത്തിൽ 14,000 രാവണൻ്റെ ഖരദൂഷണ തൃശരസാദികളായ സേനകളുമുണ്ട്. ദശരഥ രാജാവ് മരിച്ചു, പുത്രന്മാർ സ്ഥലത്തില്ല എന്ന് കരുതിയാൽ അവരും വന്ന് അയോധ്യ കീഴ്പ്പെടുത്താം. ഈ സമയത്ത് വസിഷ്ഠനാണ് പ്രത്യേക അടിയന്തര 8 മന്ത്രിമാരുടെ യോഗം, സേനാപതികളുടെയും പ്രഭുക്കന്മാരുടെയും സാന്തമന്ത രാജാക്കന്മാരുടെയും ഒക്കെ അടിയന്തര യോഗം വിളിച്ച് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം അയോധ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഉടനെ ഭരതനെ കൊണ്ടുവരണം, രാമൻ വരില്ല. ഇനി ഭരതനെ കൊണ്ടുവരാൻ 4 ദൂതന്മാരെ അയച്ചു. ആ ദൂതന്മാരോട് പറയേണ്ട വിധം വസിഷ്ഠൻ പറയുന്നുണ്ട്. നീ പോയിട്ട് ഇവിടെ ആകെ കുഴപ്പമാണ്, ദശരഥൻ മരിച്ചു, രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോയി എന്നൊന്നും മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ കേകേയപ്പട ഇരച്ചു കയറി വരും. ഭരതൻ തന്നെ ചിലപ്പോൾ കോപം കൊണ്ട് പലതും ചെയ്തു എന്ന് വരും. അതുകൊണ്ട് ഉത്തമ ദൂതന്മാരെ തിരഞ്ഞെടുത്തു. ആ ഉത്തമ ദൂതന്മാരോട് പറഞ്ഞു ഉടൻ അയോധ്യയിലേക്ക് വരണം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പഠിക്കേണ്ട കാര്യമാണ്. ഒരു എമർജൻസി, ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു കാര്യം നമ്മെ പറയാൻ ഏൽപ്പിച്ചാൽ ആ പറയേണ്ട കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കും വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉത്തമ ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നതിലും അവിടെ പറയേണ്ട വാക്കുകളിലേക്കും അവർക്ക് വേണ്ട വിദഗ്ധോപദേശം കൊടുത്ത് ഈ ഭരതൻ വിവരം അവിടത്തേക്ക് പോകാൻ, അയോധ്യയിൽ നിന്ന് കേകേയത്തിലേക്ക് പോകാൻ 7 ദിവസം വേണം. കേകേയത്തിൽ നിന്ന് തിരിച്ച് അയോധ്യയിലേക്ക് വരാൻ 7 ദിവസം വേണം. ഈ 14 ദിവസവും ഒരർത്ഥത്തിൽ രാജ്യഭരണം ഉപദേഷ്ടാവായിട്ടും എല്ലാ രംഗത്തും കൈകാര്യം ചെയ്ത് വസിഷ്ഠൻ്റെ നേതൃത്വത്തിലാണ് എന്ന് നമ്മൾ അറിയണം. ആ വസിഷ്ഠൻ ഏത് സന്ദർഭത്തിലും രാമപട്ടാഭിഷേകത്തിന് മുഖ്യ പുരോഹിതനായത് വസിഷ്ഠനാണ്. രാമൻ്റെ വിവാഹത്തിന് അവിടെ വാമദേവാദി ഋഷികളുണ്ടായിട്ടും മിഥിലാധിപൻ ജനകൻ വസിഷ്ഠനെയാണ് ചുമതലപ്പെടുത്തിയത്. കാരണം വസിഷ്ഠനോളം ജ്ഞാനിയില്ല. ഭാരതത്തിലുണ്ടായ അനേകം സ്മൃതികളിൽ, നമുക്കറിയാം മനുസ്മൃതി പോലുള്ള അനേകം സ്മൃതികളിൽ വളരെ ശ്രേഷ്ഠമായ സ്മൃതിയാണ് വസിഷ്ഠ സ്മൃതി. അതിനേക്കാളൊക്കെ വസിഷ്ഠൻ്റെ പ്രാധാന്യം യോഗാവാസിഷ്ടം എഴുതിയതിലൂടെയാണ്. യോഗാവാസിഷ്ടം ഏറ്റവും വസിഷ്ഠൻ്റെ ജ്ഞാനമായ കൃതിയാണ്. ശ്രീരാമനൊരു നായാട്ടിന് പോയി നായാട്ടിനല്ല, രാജ്യം കാണാൻ പോയി തിരിച്ചു വരുന്ന സന്ദർഭമുണ്ട്. ശ്രീരാമൻ കുട്ടിയാണ്, ഒന്ന് രാജ്യം കണ്ടുവരട്ടെ, കാരണം രാജ്യം ഭരിക്കണമെങ്കിൽ രാജ്യത്തെ കാണണം. തിരിച്ചു വന്ന രാമൻ അന്തർമുഖനായി, കളികളില്ല, ആഹാരമില്ല, വളരെ ദുഃഖിതനായി. ദുഃഖഭരിതനായ രാമൻ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വിശ്വാമിത്ര ഋഷിയുടെ നിർദ്ദേശാനുസരണം വസിഷ്ഠനിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു ദശരഥനോട്, ഇവിടെ വസിഷ്ഠ ഗുരു ഉണ്ടാകുമ്പോൾ എന്തിന് രാമന് ദുഃഖം? രാമൻ്റെ ദുഃഖം വേണ്ട. അങ്ങനെ ഒരു സഭ വിളിച്ചുകൂട്ടി 18 ദിവസം വസിഷ്ഠൻ രാമന് പകർന്നു കൊടുത്ത 36,000 ശ്ലോകങ്ങളുള്ള മഹനീയ ഗ്രന്ഥമാണ് യോഗാവാസിഷ്ടം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പഠിക്കേണ്ട പ്രാമാണിക ഗ്രന്ഥം കൂടിയാണ് യോഗവാസിഷ്ടം. ജ്ഞാനവാസിഷ്ടം എന്നും പേരുണ്ട്. ഇത്രയും ജ്ഞാനിയായ വസിഷ്ഠനെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.